നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയാൾക്ക് എന്നോട് എന്തോ പറയണമെന്നുണ്ടായിരുന്നു. അത് ഞാൻ അറിയരുതെന്ന് മറ്റാർക്കോ നിർബന്ധമുണ്ടായിരുന്നു. അവരാ ശിവരാമേട്ടനെ കൊണ്ടുപോയത്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിന് പിന്നിലൊരു വലിയ ഗൂഢാലോചനയുണ്ട്. അവരുടെ ലക്ഷ്യം ശിവരാമേട്ടനല്ല, നമ്മളാണ്. അതുകൊണ്ട് ശിവരാമേട്ടനെ കൊണ്ടുപോയത് ആരാണെന്ന് നമുക്കറിഞ്ഞേ പറ്റൂ. എന്താ മൂർത്തി? അല്ല, എനിക്കൊരു സീരിയസ് കാര്യം പറയാനുണ്ട്. എന്താ പ്രശ്നം? ശിവരാമന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ഇനി അയാളെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല. അയാളുടെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ ഇന്ന് തന്നെ വരാം, എന്നിട്ടൊരു തീരുമാനം എടുക്കാം. ശരി. എന്ത് പറഞ്ഞു ഇവിടുന്ന് പുറത്തേക്ക് പോവും? പക്ഷെ പോവാതിരിക്കാനും പറ്റില്ലല്ലോ. ശിവരാമന്റെ ഭീഷണി അവസാനിപ്പിച്ചേ പറ്റൂ. മോളെ, മോളിത് എങ്ങോട്ട് പോവാ? പർച്ചേസിംഗിനോ മറ്റോ പോവാണോ? അച്ഛാ, എനിക്ക് അത്യാവശ്യമായിട്ട് തറവാട് വരെ ഒന്ന് പോണം. തറവാട്ടിലോ? അതിന് അവിടെ ആരുണ്ട്? അത് പിന്നെ അവിടെ വലിയമ്മാവനും അമ്മായിയും ഉണ്ട്. നാളെ അവിടുത്തെ ക്ഷേത്രത്തില് ഒരു പ്രത്യേക പൂജയുണ്ട്. അതിന് ഞാൻ ചെന്നേ പറ്റൂന്ന് പറഞ്ഞവര് വിളിച്ചിരുന്നു. എങ്കിൽ പിന്നെ നന്ദം വന്നിട്ട് നിങ്ങൾക്ക് ഒരുമിച്ച് പോയാൽ പോരെ? ഇതൊന്നും പറഞ്ഞ നന്ദേട്ടൻ കേൾക്കില്ല. പക്ഷെ കുടുംബക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തല്ലേ പറ്റൂ. നാളെ രാവിലെ ക്ഷേത്രത്തിലെ പൂജ കഴിഞ്ഞ് ഞാനിങ്ങെത്തും. ശരി അച്ഛാ. ചേച്ചി, അങ്കിൾ, ചേച്ചി എങ്ങോട്ടാ പോയത്? നിങ്ങളുടെ തറവാട്ട് വീട്ടിലേക്കാണെന്നാ പറഞ്ഞത്. നാളെ അവിടെ എന്തോ പ്രത്യേക പൂജയുണ്ട് പോലും. പൂജയോ? എന്നിട്ട് ചേച്ചി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനും കൂടെ പോവുമായിരുന്നില്ലേ? അല്ല, അതിന് തറവാട്ടിലിപ്പോ ആരും താമസിക്കുന്നില്ലല്ലോ. അവിടെ വല്യമ്മാവനും അമ്മായിയും ഉണ്ടെന്നാ പറഞ്ഞത്. അതേത് വല്യമ്മാവൻ? ഏതായാലും തറവാട്ട് ക്ഷേത്രത്തിലെ പൂജയ്ക്കല്ലേ പോയത്, അത് തന്നെ നല്ല കാര്യം. മോളത് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർത്ത്. എന്താ അച്ഛാ? സ്നേഹയും കൂട്ടി നീ നാളെ രാവിലെ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വരെ ഒന്ന് പോണം. അന്ന് പൂജ നടത്തിയപ്പോ സ്നേഹ അവിടെ ചില വഴിപാടുകൾ നടത്തണമെന്ന് പറഞ്ഞിരുന്നു. നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ശരി, അപ്പൊ രാവിലെ തന്നെ പുറപ്പെടണം. സ്നേഹയോട് പറഞ്ഞേക്ക്. നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നെ? വാ. അല്ല, ചേച്ചിക്ക് ഞാൻ അറിയാത്ത ഏത് വല്യമ്മാവനും അമ്മായിയും ആ തറവാട്ടിലുള്ളത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.